2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വൻ ഡിമാൻഡുകൾ LDFിൽ വയ്ക്കാനാണ് CPIയുടെ തീരുമാനം. അതിന് കാതലായ കാരണവുമുണ്ട്. അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എല്ലാം തന്നെ CPIക്കുള്ളിൽ പുകയുന്നത് CPIM സംഘപരിവാർ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള അന്താളിപ്പ് തന്നെയാണ്. അതായത് CPI നേതാക്കളെ പരസ്യമായി തോൽപ്പിക്കാൻ CPIMൻ്റെ സംഘടനാ പ്രവർത്തകർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് KE ഇസ്മായിൽ അടക്കമുള്ളവർ ഘോരഘോരം വാദിച്ചത്. എന്നാൽ അതിനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ബിനോയ് വിശ്വം പറയുന്നു CPIMും CPIM LDFിൽ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ. ഈ കല്ല് വെച്ച നുണയൊന്നും കേൾക്കാൻ മാത്രം കേരളത്തിലെ ആളുകൾ മണ്ടരല്ല എന്നുള്ളത് ബിനോയ് വിശ്വം മനസ്സിലാക്കേണ്ടതായുണ്ട്. ബിനോയ് വിശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ സീറ്റും കുറച്ച് അധികാരവും ഒക്കെ കിട്ടിയാൽ മതിയായിരിക്കാം. എന്നാൽ ആത്മാർത്ഥതയുള്ള താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ വരെ പണിയെടുക്കുന്ന CPIയിലെ നേതാക്കൾക്കറിയാം CPIM ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം കൂടെ നിന്ന് സഹകരിച്ചു എന്നുള്ളത്. പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും CPIM പ്രവർത്തിക്കാൻ ഇറങ്ങിയില്ല, അവർ നിർജീവമായിരുന്നു എന്നുള്ളത് പകല് പോലത്തെ സത്യമാണ്. അവർ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനും നടന്നില്ല. CPIM ജയിച്ച മണ്ഡലങ്ങൾ, വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച പല മണ്ഡലങ്ങളിലും CPI സ്ഥാനാർത്ഥി ഏറ്റവും ഗതികെട്ട സ്ഥാനത്തേക്ക്, 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ച പന്ന്യൻ രവീന്ദ്രൻ്റെ കാര്യമായിരുന്നാലും VS സുനിൽകുമാറിൻ്റെ കാര്യമായിരുന്നാലും ഒക്കെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരു അവഹേളന CPI ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. CPIയുടെ നേതാവായ അരുൺകുമാർ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനോട് മത്സരിച്ചപ്പോൾ പോലും CPIM പ്രവർത്തകർ കാര്യമായി വോട്ട് നേടാൻ സഹായിച്ചില്ല എന്നുള്ള പരാതി കൊല്ലത്ത് വലിയ രീതിയിൽ ഉടലെടുത്ത ഒരു വിഷയമാണ്. CPIയുടെ 14 ജില്ലാ ഘടകത്തിൽ 4ഓളം ജില്ലകൾ, പാലക്കാട്, അതുപോലെ കൊല്ലം, തൃശ്ശൂർ, അതുപോലെ തന്നെ വയനാട്, ഈ ജില്ലാ കമ്മിറ്റികൾ CPIMനെതിരെ ശക്തമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി തന്നെ തൃശ്ശൂരിൽ കോർപ്പറേഷൻ മേയർ സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് CPI രംഗത്തിറങ്ങുകയാണ്. CPIയുടെ ആവശ്യം നിരാകരിക്കുന്ന പക്ഷം ബദൽ മാർഗങ്ങൾ തേടും എന്നുള്ള ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. LDF വിട്ടാലും CPIക്ക് കാര്യമായി ഒന്നും സംഭവിക്കില്ല. അധികാരം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ആത്മാഭിമാനം വെടിയാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളത് കൃത്യമായി ഒരു കൂട്ടം CPIയെ അറിയിച്ചിരിക്കുകയാണ്. CPIയിലെ വിഭാഗീയത അത് സമാനതകളില്ലാതെ ഉയർന്നു നിൽക്കുകയാണ്. അത്തരത്തിൽ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ ബിനോയ് വിശ്വത്തിന് ഇപ്പോൾ പ്രാപ്തിയില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളോളം CPI എന്ന് പറഞ്ഞ് നടക്കുക അല്ലാതെ പാർട്ടിയുടെ പുനരാവിഷ്കരണവും പരിവർത്തനവും ആധുനിക ലോകത്ത്, ഡിജിറ്റൽ ലോകത്ത് സംവിധാനങ്ങൾ ഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.